ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. AFC തങ്ങളുടെ കോമ്പറ്റീഷനുകളുടെ കാര്യത്തിൽ ഇത്തവണ വലിയ മാറ്റങ്ങൾ നടപ്പിൽ വരുത്തിയിട്ടുണ്ട്. അതായത് അടുത്ത സീസൺ മുതൽ ടീമുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുകയാണ് അവർ ചെയ്തിട്ടുള്ളത്. AFC ചാമ്പ്യൻസ് ലീഗ് 2-ലൊക്കെ ടീമുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ AFC തീരുമാനിച്ചിട്ടുണ്ട്. ഇനി ഇതുമായി ബന്ധപ്പെട്ട ഒരു ഒഫീഷ്യൽ പ്രഖ്യാപനം AFC തന്നെ ഇപ്പോൾ നടത്തിയിട്ടുണ്ട്. അതായത് ഓരോ രാജ്യങ്ങൾക്കും തങ്ങളുടെ കോമ്പറ്റീഷനുകളിൽ ഉള്ള സ്പോട്ടുകളുടെ എണ്ണം ഇവർ പുറത്ത് വിട്ടിട്ടുണ്ട്. നമ്മൾ ഇന്ത്യയുടെ സ്പോട്ടുകളാണ് പരിശോധിക്കുന്നത്. ഇന്ത്യക്ക് 2 സ്പോട്ടുകളാണ് ഉള്ളത്. AFC ചാമ്പ്യൻസ് ലീഗ് എലൈറ്റിൽ ഇന്ത്യക്ക് സ്ഥാനമില്ല. അതേസമയം 2ാം ഡിവിഷനായ AFC ചാമ്പ്യൻസ് ലീഗ് 2-ൽ ഇന്ത്യക്ക് 2 സ്പോട്ടുകൾ ലഭിക്കും. അതിൽ ഒന്ന് ഡയറക്റ്റ് സ്പോട്ടാണ്, രണ്ടാമത്തേത് ഇൻഡയറക്റ്റ് സ്പോട്ടാണ്. അതായത് പ്ലേ ഓഫിനുള്ള യോഗ്യത ലഭിക്കും. അങ്ങനെ പ്ലേ ഓഫ് കളിച്ചുകൊണ്ടായിരിക്കണം ആ ഒരു യോഗ്യത കരസ്ഥമാക്കേണ്ടത്. അങ്ങനെ 2 സ്പോട്ടുകളാണ് ഇന്ത്യക്ക് ലഭിച്ചിട്ടുള്ളത്. അതായത് ISL ചാമ്പ്യന്മാരാകുന്ന ടീമിന് AFC ചാമ്പ്യൻസ് ലീഗ് 2-ലേക്ക് നേരിട്ട് യോഗ്യത നേടാൻ കഴിയും. അതേസമയം സൂപ്പർ കപ്പ് നേടിയ ടീമിന് പ്ലേ ഓഫ് കളിച്ചുകൊണ്ട് AFC ചാമ്പ്യൻസ് ലീഗ് 2-ലേക്ക് യോഗ്യത നേടാൻ കഴിയും എന്നുള്ളതാണ്. അതേസമയം AFC ചാലഞ്ച് ലീഗിലേക്ക് ഇന്ത്യക്ക് യോഗ്യതയില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. അതുപോലെ തന്നെ AFC ചാമ്പ്യൻസ് ലീഗ് എലൈറ്റിലും ഇന്ത്യക്ക് ഇടം നേടാൻ കഴിയില്ല. 2 സ്പോട്ടുകൾ മാത്രമാണ് ഉള്ളത്. ഇനിയിപ്പോൾ ഈ സീസണിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ സൂപ്പർ കപ്പ് ഗോവ സ്വന്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പ്ലേ ഓഫ് കളിച്ചാൽ അടുത്ത AFC ചാമ്പ്യൻസ് ലീഗ് 2-ന് യോഗ്യത നേടാൻ അവർക്ക് സാധിക്കും. അതുപോലെ തന്നെ ISL കിരീടം നേടുന്ന ടീമിനായിരിക്കും ഇത്തവണത്തെ ഡയറക്റ്റ് സ്പോട്ട് ലഭിക്കുക. പക്ഷേ മോഹൻ ബഗാൻ ആ ഒരു കിരീടം നേടിയാൽ അവർക്ക് സ്പോട്ട് ലഭിക്കില്ല എന്നുള്ളതാണ്. കാരണം അവർക്ക് AFCയുടെ ഒരു വിലക്ക് നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ 2ാം സ്ഥാനത്തുള്ള ടീമിനായിരിക്കും ആ ഒരു സ്പോട്ട് ലഭിക്കുക. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണാം.